സ്റ്റാർട്ടിങ് എൻ്റെ സാലറി 69,000 ആയിരുന്നു പെർ ഇയർ. ഹേയ്, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ കോൾഡ് വെതറായി, അപ്പോൾ കുറച്ച് പനി, സ്നീസിങ് എല്ലാം ആയിട്ടിരിക്കുകയാണ്. അത് എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ എൻ്റെ സാലറി, പ്രീവിയസ് വൺ ആൻഡ് കറണ്ട് വൺ. ഞാനിവിടെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാതെ വന്ന ഒരാളാണ്. എനിക്ക് നാട്ടിൽ 1 ഇയർ ഓഫ് ക്വാളിറ്റി എഞ്ചിനീയർ എക്സ്പീരിയൻസും ഒരു 3 ഇയർ ടീച്ച് എക്സ്പീരിയൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു വലിയ ബെനിഫിറ്റ് ഒന്നും ആയിരുന്നില്ല എനിക്കിവിടെ വന്നപ്പം. ഇവിടെ വന്ന് മനസ്സിലായത് ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മീൻസ് അവർ വിത്തിൻ ഓസ്ട്രേലിയ എക്സ്പീരിയൻസ് ആണ് കൗണ്ട് ചെയ്യുന്നതെന്ന്. ഞാൻ ഗ്രാജുവേറ്റ് പൊസിഷനിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എല്ലാ പൊസിഷനിലും ആക്ച്വലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇന്നത് വൈറ്റ് കോളർ ജോബ് എന്നില്ലാതെ എല്ലാ റോളിലും അപ്ലൈ തുടങ്ങി. ബിക്കോസ് ഞാൻ വേറെ ഒരു സ്റ്റേറ്റിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി, ജോബ് ഇല്ലാത്തതും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു. അതൊരു ലോക്കൽ ഗവൺമെൻറ് ആണ് കിട്ടിയത്, കൗൺസിൽ എന്ന് പറയും. സ്റ്റാർട്ടിങ് എൻ്റെ സാലറി 69,000 ആയിരുന്നു പെർ ഇയർ. ടാക്സ് കഴിഞ്ഞിട്ടുള്ളതല്ല. ഈ 69,000 എന്ന് പറയുന്നത് അതിൽ കയ്യിൽ ടേക്ക് ഹോം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ടേക്ക് ഹോമിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാക്സ് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് കയ്യിൽ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാലറി 69,000 ആയിരുന്നു. അപ്പം എനിക്ക് ഫോർട്ട്നൈറ്റ്ലി എൻ്റെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 2,654. അതുപോലെ തന്നെ 30% ആയിരുന്നു ടാക്സ് മാർക്ക്. ഇതാണ് ടാക്സ് റേറ്റ്സ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 18,000 വരെ നമുക്ക് ടാക്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഓരോ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സാലറി എങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇതാണ് ടാക്സ് പെർസെൻറ്റേജ്. സോ എൻ്റെ സാലറി വന്നിട്ട് 45 to 135 ഉള്ളിലായതുകൊണ്ട് എൻ്റെ ടാക്സ് പെർസെൻറ്റേജ് 30% ആയി മാറിയത്. 6 മന്ത്സ് കഴിയുമ്പോൾ എനിക്ക് പ്രോഗ്രഷനായി. അങ്ങനെ 1.5 years ആയപ്പം എൻ്റെ സാലറി 85,000 ടേക്ക് ഹോമിൽ ചെറിയ വ്യത്യാസം വന്നു. അപ്പം അതായത് 69 ആയിരുന്നപ്പം കയ്യിൽ കിട്ടുന്നത് 2,159 ആയിരുന്നു ഫോർട്ട്നൈറ്റ്ലി, 2 ആഴ്ച കൂടുമ്പം. അത് വന്നിട്ട് മാറിയിട്ട് 2,577 കിട്ടാൻ തുടങ്ങി ഫോർട്ട്നൈറ്റ്ലി. ഞാൻ ഫോർട്ട്നൈറ്റ്ലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ സാലറി കിട്ടുന്നത് 2 ആഴ്ച കൂടുമ്പോഴാണ്. ഓക്കെ, അപ്പം എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയപ്പം 69,000 ആയിരുന്നു കിട്ടിയത്. അപ്പം 69,000 നമ്മൾ INR കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ 12 മന്ത്സിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം ഏകദേശം 3,73,750. പക്ഷേ ഇത് ഇവിടുത്തെ ചിലവുകളും അല്ലെങ്കിൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രോസറി വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 2,000 രൂപ അല്ലെങ്കിൽ ഒരു 3,000 രൂപ കണക്കായിരിക്കും, അല്ലെങ്കിൽ 4,000 രൂപ കണക്കായിരിക്കും നമ്മൾ വെക്കുന്നത്. പക്ഷേ ആ ഒരു സെയിം സാധനം നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, കോൾസ് ആണെങ്കിലും ബോളീസ് ആണെങ്കിലും ഇതൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് മെയിൻ. ഇവിടെയൊക്കെ പോയാൽ ഒരു $100 നമുക്ക് കിട്ടാൻ പറ്റുന്ന സാധനം ഭയങ്കര കുറവാണ്. നമുക്ക് ഏകദേശം ഒരു എക്സ്പെൻസ് പറയുകയാണെങ്കിൽ ഒരു $200 നമുക്ക് ഫോർട്ട്നൈറ്റ്ലി ആവാറുണ്ട്. മീൻസ് ഞാൻ 3 പേരുടെ കണക്ക് വെച്ചിട്ടുള്ളതാണ്. മീൻസ് ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു $300 കൂടുതൽ നമുക്കൊരു മാസം എന്തായാലും ചിലവാകും. നമുക്ക് 300-400 ഒക്കെ ആവാറുണ്ട്. ഇനിയും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഇത്രയാണ് എൻ്റെ സാലറി, അതാണ് അടുത്തത്. അപ്പം 1.5 വർഷം ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ട് നിന്നു. അടുത്ത റോൾസ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അടുത്ത റോൾസ് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് ട്രാഫിക് എഞ്ചിനീയർ പൊസിഷനിലേക്ക് കിട്ടിയത്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കൗൺസിൽ കുറച്ച് റീജിയണൽ കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പേ കുറച്ച് കൂടുതലാണ്. മീൻസ് വെൻ കമ്പയറിങ് ടു അതർ കൗൺസിൽസ്, സിറ്റി കൗൺസിൽസിനെ വെച്ചിട്ട് കുറച്ച് കൂടുതലാണ്. പക്ഷേ ആസ് എ പ്രോജക്റ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ട്രാഫിക് എഞ്ചിനീയർ ഒരു 1.5 years ഒരു 1 yearന് മേലെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ആണ്, ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി 85 വരെയാണ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ജമ്പ് ചെയ്യുന്നത് 93 പക്ഷെ നിങ്ങൾക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് കാർ അലവൻസ് കിട്ടും, അല്ലെങ്കിൽ കാർ അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രൈവറ്റ് കാറ് നമുക്ക് ഓഫീസ് യൂസിന് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക്
അതിന് അവരൊരു പൈസ തരും, മീൻസ് പെട്രോൾ അങ്ങനെ ഒരു പൈസ തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൗൺസിൽ കാറുണ്ട്, മെയിൻ്റനൻസ് ചെയ്യുന്നത് കൗൺസിലായിരിക്കും. ഒരു കാറിന് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ 50,000 ആണ് ആ കാറിൻ്റെ പ്രൈസ് എങ്കിൽ, മീൻസ് ഓൺ റോഡ് കോസ്റ്റ് എങ്കിൽ അതിൻ്റെ 20% മാത്രം നമ്മൾ ടോട്ടൽ കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് കാറ് സ്വന്തമായിരിക്കും. അതിൻ്റെ CTP, തേർഡ് പാർട്ടി, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ സർവീസ് ഇതൊന്നും നമ്മൾ അറിയേണ്ട, ഇതെല്ലാം കൗൺസിൽ ചെയ്തോളും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാറ് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസാണ്. എനിക്ക് പ്രൈവറ്റ് കാറാണ്, എനിക്ക് കാറിന് അലവൻസ് ആണ് കിട്ടുന്നത്. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 18K കാർ അലവൻസ് ആയിട്ട് എനിക്ക് ഇയർലി വരുന്നുണ്ട്. പക്ഷേ അത് ടാക്സബിൾ ഇൻകം ആണ്. അപ്പം ഞാൻ ടാക്സ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആക്ച്വലി ചിലപ്പം ഒരു $10,000 വരുള്ളൂ, ഇയർലി കണക്കാണ്. പക്ഷേ നമ്മുടെ കാറിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അതിലും കൂടുതലാണ്. എനിക്കിപ്പം ഓരോ വർഷവും നമ്മൾ ഇൻഷുറൻസ് ഒക്കെ പുതുക്കില്ലേ, അതൊക്കെ ഒരു $2,800 ആയിരുന്നു ലാസ്റ്റ് ടൈം ആയിരുന്നത്. പിന്നെ CTP വേറെ എടുക്കണം, പിന്നെ അങ്ങനെ ആ സമയത്ത് കുറച്ച് പ്രൊസീജിയർ ഞാൻ ആദ്യം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും എന്തുകൊണ്ടും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൗൺസിൽ കാർസ് അല്ലെങ്കിൽ ഫുള്ളി മെയിൻറ്റൈൻഡ് ബൈ കൗൺസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ആണെങ്കിൽ ആ ഓപ്ഷൻസ് ഉറപ്പായിട്ടും ചൂസ് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എനിക്ക് കറണ്ട് മീൻസ് 85 നിന്ന് എനിക്ക് ജമ്പ് ചെയ്ത സാലറി എന്ന് പറയുന്നത് അറൗണ്ട് 110 ആയിരുന്നു. 110 പ്ലസ് എനിക്ക് കാർ അലവൻസ് വന്നു. ഇവിടുത്തെ കൗൺസിൽ കാർസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ പ്രീവിയസ് വർക്ക് ചെയ്ത കൗൺസിലിൽ ഒരു ഫുള്ളി മെയിൻറ്റൈൻഡ് കാർസ് ഫോർ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ട്രാഫിക് എഞ്ചിനീയേഴ്സിനെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ കാറും ഉണ്ടായിരുന്നു. ഗ്രാജുവേറ്റിന് ഈ ഒരു സാധനമേ ഉണ്ടാവില്ല. മിക്ക കൗൺസിലും ഗ്രാജുവേറ്റിന് അവർ കാർ പ്രൊവൈഡ് ചെയ്യില്ല. അതിന് പകരം നമുക്ക് പൂൾ കാർ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് സൈറ്റിൽ പോകണമെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡിന് ഇത്ര നമ്പർ ഓഫ് കാർസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ടൈം ഡ്യൂറേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇവിടെ 2 വീലേഴ്സിലൊന്നും സൈറ്റിൽ പോകുന്നത് അത്ര പോസിബിൾ അല്ല, ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ നമ്മൾ കാറാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതായിരിക്കും ഗ്രാജുവേറ്റിൻ്റെ ഓപ്ഷൻ. പക്ഷേ ട്രാഫിക് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടെ പ്രോഗ്രഷൻ റോൾ ആയതുകൊണ്ട് നമുക്കൊരു ഫുൾ ടൈം കാറിൻ്റെ ആവശ്യം എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നായിരിക്കും സൈറ്റ് വരിക, നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും എമർജൻസി മീറ്റിംഗ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒക്കെ നമുക്ക് മീൻസ് അവർ കാറ് തരാറുണ്ട്. അപ്പോൾ എനിക്ക് 110 ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാറിൻ്റെ അലവൻസ് അറൗണ്ട് 18K. അത് കഴിഞ്ഞ് ഇവിടെ മൊബൈൽ അലവൻസ് ഉണ്ട് എനിക്ക്. അതൊരു $40 പെർ മന്ത് വരുന്ന പോലെ. ഇവിടെ അത്രയും ആവും കേട്ടോ, $40 ഒക്കെ അല്ലെങ്കിൽ $30 എന്തായാലും ആവും മന്ത്ലി റീചാർജിന്. അപ്പോൾ അത് അങ്ങനെ എനിക്ക് പേ ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് എനിക്ക് കിട്ടുന്ന അലവൻസ്. പിന്നെ എവിടെ വർക്ക് ചെയ്താലും, ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്താലും അവിടെ സൂപ്പർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ PF ഒക്കെ പക്ഷേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അൺലെസ് നമ്മൾ ഒന്നെങ്കിൽ ഓസ്ട്രേലിയ വിടണം, അല്ലെങ്കിൽ നമുക്ക് 60 റിട്ടയർമെൻറ്റ് ടൈമിൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഹോം ബൈ ചെയ്യാനായിട്ട് നമുക്ക് ബിഫോർ ടാക്സിൽ നമുക്ക് കുറച്ച് പൈസ ഇടാം. അത് നമുക്ക് ഫസ്റ്റ് ഹോം റെഡി ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതല്ലാതെ നമുക്ക് സൂപ്പർ തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 12% അല്ലെങ്കിൽ ഒരു 11% വന്ന സമയത്ത് 11% ആയിരുന്നു. പിന്നെ അതിപ്പം മാറി, എനിക്ക് തോന്നുന്നു ഇപ്പം 12% ആണ് സൂപ്പർ കയറുന്നത്. അപ്പോൾ അത് നമുക്ക് മന്ത്ലിയാണ് മിക്കയിടത്തും സൂപ്പർ കയറുക. ഫോർട്ട്നൈറ്റ്ലി നമുക്ക് സൂപ്പർ വരും. പക്ഷേ അത് നമ്മളിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. പക്ഷേ അതല്ല ഇതിൻ്റെ അഡീഷണൽ ആയിരിക്കും. അപ്പം എറൗണ്ട് എനിക്കിപ്പോൾ വരുന്നത് ഏകദേശം ഒരു 130-135 റേഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇപ്പം നിങ്ങളുടെ സാലറി 140 ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് മാർജിൻ മാറും, അത് 37% ആയിട്ട് മാറും. പക്ഷേ ഇതിൽ നമുക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സ്പെൻസ്, നമ്മുടെ കാറ് റെൻറ്റ് അങ്ങനെയുള്ളതെല്ലാം വരുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോബ് കിട്ടുന്നതിൽ കാറുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി ബുദ്ധിമുട്ടുകളും മാറി. മീൻസ് അത് തന്നെ വലിയൊരു ചിലവാണ് നിങ്ങൾക്ക്. അപ്പോൾ അതാണ് എൻ്റെ സാലറി റേഞ്ച്. എങ്ങനെയാണ് ഇവിടെ വന്ന് എൻജിനീയേഴ്സിനല്ല, നിങ്ങളിപ്പം തുടക്കമായിട്ട് എന്തൊരു വൈറ്റ് കോളർ ജോബ് അല്ല
എന്നല്ല, വേറെ എന്തൊരു ജോബിന് പോയാലും നിങ്ങൾക്ക് മിനിമം ഒരു $35-40 പെർ അവറിലായിരിക്കും കിട്ടുന്നത്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അവേഴ്സിനനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതായിരിക്കും റേഞ്ച്. ഇത് കൂടാതെ നിങ്ങൾക്ക് PR ആണെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് ആണ്, നിങ്ങൾക്ക് നൈറ്റ് വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്കൻഡ് മന്ത് ചെയ്യണമെങ്കിലോ ഒക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.